രാവിലെയോടുകൂടിയാണ് ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലെ ഒരു യുവതി പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽ കുടുങ്ങുന്നത്. അതായത് ട്രെയിനിൻ്റെ ഉള്ളിലുള്ള കമ്പി മാത്രം ലഭിച്ചു, പക്ഷേ പൂർണ്ണമായും ഉള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല. അപ്പോൾ ആ വണ്ടി നീങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടമാകുമായിരുന്നു ഉണ്ടാവായിരുന്നത്. പക്ഷേ ആ സമയത്ത് കൃത്യസമയത്ത് സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ആ യുവതിയുടെ ജീവൻ രക്ഷിക്കാനായത്. അപ്പോൾ ആ ജീവൻ രക്ഷിച്ചത്, ആ യുവതിയെ ട്രെയിനിൽ നിന്ന് വലിച്ചിറക്കിയത് ഈ പ്രദീപേട്ടനാണ്. ചേട്ടാ, യുവതിയെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, ചേട്ടന് കാര്യമായി പരിക്ക് പറ്റുകയും ചെയ്തു അല്ലേ? അതെ അതെ അതെ. എന്താ ഉണ്ടായത്? അതെ, രാവിലെ പരശു സാധാരണത്തിലേക്കാണ് ഇത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു ഇവിടെ എത്തിയത്. അപ്പം ഞങ്ങൾ സാധാരണ റെഗുലറായിട്ട് ഇവിടെ കുറേ ആളുകൾ ഇറങ്ങാണ്ട്, യൂണിവേഴ്സിറ്റിയും കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ റെഗുലറായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഇറങ്ങാണ്ട്. 1 മിനിറ്റാണ് പരശുവിന് ഇവിടെ സ്റ്റോപ്പ്. അപ്പം ഇറങ്ങി ഞാൻ ഫ്രണ്ടിലായിരുന്നു കയറിയത്. ഞാനിങ്ങനെ നടന്നു വരുമ്പം ഇവിടുന്ന് ഇങ്ങനെ ആളുകൾ ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ കേരള എന്ന് ചേച്ചീനോട് എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട്. കാരണം ഇവർ ആദ്യം ബാഗ് ഇതിനകത്ത് ട്രെയിനകത്തോട്ട് വെച്ചായിരുന്നു പോലും. അതൊന്നും ഞാൻ അറിയില്ല. ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ആൾക്കാർ ബഹളം കണ്ടപ്പോഴേ ഞാനിങ്ങനെ നോക്കിയതാണ്. അപ്പം ഈ ട്രെയിന് ഇവരെന്ന് വെച്ചാൽ ട്രെയിനിൽ നിന്ന് കയറുന്നത് ഒഴിവാക്കാൻ തയ്യാറല്ല. അപ്പോൾ കമ്പി പിടിച്ച് സ്റ്റെപ്പിലിങ്ങനെ വെക്കുന്നത് പർദ്ദയായിരുന്നു ചേച്ചി ഇട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ കാലെടുത്ത് നോക്കുമ്പോൾ തന്നെ തെന്നി പോകുന്നുണ്ട്. പിന്നെ പിടിച്ച് വലിഞ്ഞ് വന്ന് പിന്നെ നേരെ പ്ലാറ്റ്ഫോമിൻ്റെ ട്രെയിനിൻ്റെ ഗ്യാപ്പിലേക്ക് പോവുകയാണ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ അപ്പോഴത്തേക്ക് നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം പക്ഷേ ഈ കമ്പിയിലെ പിടുത്തം ചേച്ചി ഒരു കാരണം വിട്ടിട്ടുണ്ടായിരുന്നു, മുറുക്കി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അലറി വിളിക്കുന്നത്, ഞങ്ങളെല്ലാവരും ചെയിൻ വലിക്കാൻ പറയുന്നുണ്ട്. ആളുകളൊക്കെ ബഹളം വെച്ച് കുറേ ആൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ട്രാക്കിലൊക്കെ പോയി എന്നുള്ള രീതിയിൽ സ്ത്രീകളൊക്കെ ബഹളം വെച്ച് കണ്ണൊക്കെ പൊത്തി തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓടിപ്പോയി ഞാനിങ്ങനെ കാല് വെച്ചിട്ട് പിടിക്കുകയാണ് ചെയ്തത്. ഈ പർദ്ദയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പിടുത്തം കിട്ടിയായിരുന്നു. തുണിയിൽ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് തന്നെ ഈ ട്രെയിനിൻ്റെ പോസ്റ്റിൽ ട്രെയിൻ അത്യാവശ്യം ഫാസ്റ്റായി തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്ക് മറിഞ്ഞ് താഴേക്ക് വീണ്, ഞങ്ങൾ രണ്ട് വീണ്. ഞാൻ ഇത്തിരി കുറച്ച് ദൂരം ഈ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിൽ വീണ് കൈയൊക്കെ കുറച്ച് പരിക്കേറ്റിട്ടുണ്ട്. കാല് ഇവിടെയൊക്കെ ഉറഞ്ഞ് കുറച്ച് മുറിവുണ്ട്. മസിൽ കുറച്ച് ചതുങ്ങി ഒരു പ്രശ്നമുണ്ട്. ഡോക്ടറെ കാണിച്ച് മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയൊരു അപകടമാണ് ഒഴിവായത്. അതെ, വലിയൊരു അപകടമാണ് ഒഴിവായത്. അപ്പോൾ തന്നെ ആളുകളൊക്കെ പറയുന്നുണ്ട് വന്നിട്ട് ചേച്ചിയോട്, നിങ്ങൾ ഇയാളുള്ളത് കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ടാണെന്ന് ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായൊരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഒരു യുവതിയുടെ ജീവൻ രക്ഷിക്കാനായത്. അതേ ട്രെയിനിൽ ഇറങ്ങി വരുമായിരുന്നു പ്രദീപേട്ടൻ. നമ്മുടെ മാതൃഭൂമി സീനിയർ ഫോട്ടോഗ്രാഫർ കൂടിയാണ്. വലിയൊരു കാര്യമാണ് ചെയ്തത്. കാരണം നമുക്കറിയാം, ദിവസേന ഉണ്ടാകുന്ന തിരക്കുകളുണ്ട്. അപ്പോൾ വലിയൊരു അപകടം അദ്ദേഹത്തിൻ്റെ കാര്യമായ ഇടപെടൽ കൊണ്ട് ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം.